ഹലോ, നമസ്കാരം. ഞാൻ ഷിജു അഞ്ചുമനയാണ്. ആവാസിലെ എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും എൻ്റെ നല്ല നമസ്കാരം. കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമ്മൾ മുക്കത്ത് നിന്നും വയനാട്ടിലേക്കൊരു യാത്ര പോയി. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു യാത്ര. നിങ്ങളെ സമ്മതിച്ചു കേട്ടോ. ഇതൊരു ഭംഗിവാക്കല്ല, കാരണം ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ആളുകളുടെ കൂടെ ഇതുപോലെ പ്രോഗ്രാമും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നതാണ്. ആ കൂട്ടത്തിൽ ഇതുപോലെ ഒരു സുഹൃത്ത് സംഘത്തെ കണ്ടിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, നല്ലതിനു വേണ്ടി നിങ്ങളുടെ നല്ല സമയം മാറ്റിവെച്ച ഒരുപാട് നല്ല സുഹൃത്തുക്കൾ. ഈ ഊർജം ഒരിക്കലും കെട്ടുപോകാതെ, അണഞ്ഞു പോകാതെ ഇത് സൂക്ഷിക്കണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ നമ്മുടെ നാട്ടിലറിയാലോ, ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ ആയിട്ട് ഇങ്ങനെ തമ്മിൽ തല്ലി വേറിട്ട് കാണുന്ന ഒരുപാട് മനുഷ്യന്മാർക്കിടയിൽ നിങ്ങളിതൊക്കെ മറന്നിട്ട് നമ്മുടെ മാഷ് പറഞ്ഞ പോലെ ജാതിയും മതവും ഒന്നുമില്ലാത്ത ഒരു നല്ല നാടിനെ കണ്ടു. നല്ല നാട്ടിലെ കുറേ നല്ല ചെറുപ്പക്കാരെ കണ്ടു. വളരെ സന്തോഷം. പിന്നെ നമ്മൾ മുക്കത്തുനിന്ന് വയനാട്ടിൽ ചെന്നപ്പോൾ അവിടെ നമ്മൾ കണ്ടത് ദയനീയമായൊരു കാഴ്ചയാണ്. ഉടുക്കാൻ നല്ല വസ്ത്രമില്ലാത്ത കുറേ കുട്ടികളെ കണ്ടു, കുറേ പാവ അമ്മമാരെ കണ്ടു. അവർക്ക് നിങ്ങൾ സ്വരുക്കൂട്ടിയ നിങ്ങളുടെ കുറേ ദിവസങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമായി നിങ്ങൾ കണ്ടെത്തിയ അരിയും നല്ല വസ്ത്രങ്ങളും എല്ലാം അവിടെ കൊടുത്ത് അവർക്കെല്ലാവർക്കും വിതരണം ചെയ്തു. ഞങ്ങളതിൻ്റെ ഒരു ഭാഗമായി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ എല്ലാം കഴിഞ്ഞ് മാറി നിൽക്കുന്ന നിങ്ങളുടെ കണ്ണുകൾ അതിനകത്തുണ്ടായിരുന്നു. നിങ്ങൾ ചെയ്തു കൊടുത്ത ഒരു നല്ല കാര്യത്തിൻ്റെ ഇനിയും നമ്മളെ കൊണ്ടത് സാധിക്കും, ഇനി ഇങ്ങനെ തന്നെ ചെയ്യണം, ഇതൊരിക്കലും ഇവിടെ കൊണ്ട് അവസാനിക്കരുത്, ഇനി മുന്നോട്ട് പോകണമെന്നുള്ള നിങ്ങളുടെ ഒരു ആത്മവിശ്വാസം നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണുകളിലുണ്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞു ഞങ്ങളാണ് നിങ്ങൾക്ക് ഊർജ്ജമെന്ന്. പക്ഷെ അതല്ല, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തന്നതാണ് ഞങ്ങളുടെ ഊർജ്ജം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതുപോലുള്ള പലർക്കു വേണ്ടിയും ആവാസിനോടൊപ്പം ആയാലും അല്ലെങ്കിലും കൂടെ നടന്ന് ചെയ്യണമെന്ന് തോന്നിച്ചത് നിങ്ങളുടെ ഈ ഒരു നല്ല കാഴ്ചപ്പാട് തന്നെയാണ്. എൻ്റെ പ്രിയ സുഹൃത്ത് സൂരജ് പാലക്കാരന് ഫേസ്ബുക്ക് വഴിയാണ് അവൻ്റെ സത്കർമ്മയെക്കുറിച്ച് കേട്ടിട്ടുള്ളത്. അന്നു മുതൽ അവൻ്റെ ഒരു പേജും ലൈക്ക് ചെയ്യാതെ ഷെയർ ചെയ്യാതെ ഞാൻ വിടാറില്ല, കാരണം അവൻ്റെ ഓരോ നല്ല പ്രവർത്തനങ്ങൾ. അപ്പോൾ അവനോടൊപ്പം നിങ്ങളും ചേർന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോടൊപ്പം നമുക്ക് കുറേ 2 ദിവസം ചിലവഴിക്കാൻ കഴിഞ്ഞത്. പിന്നെ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ ഇരുത്തിയത് ഒരു പീഡിക വരാന്തയിലല്ല, നിങ്ങളുടെ ഹൃദയത്തിലായിരുന്നു എന്ന് പറഞ്ഞത്. അത് വളരെ ശരിയാണ്. അതേപോലെ തന്നെ നിങ്ങളും ഞങ്ങളുടെ ഹൃദയത്തിൽ ഇരിപ്പുണ്ട്. ആവാസ് എന്ന് പറയുന്ന ഈ സംഘടന അല്ലെങ്കിൽ ഈ ക്ലബ്ബ് അത് എന്നും എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയുമോ അത്രയും കാലം മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇതെല്ലാം ഒരു ഭംഗിവാക്കായിട്ട് പറയുന്നതല്ല, അത്രയും മനസ്സിൽ തൊട്ട് തന്നെ പറയുന്നതാണ്. പിന്നെ എല്ലാ നാട്ടിലും ഉണ്ടാവും, ഇങ്ങനെയുണ്ടോ നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ, ആവാസ് എന്ന ക്ലബിനെ കണ്ട് മാറി നിന്ന് പുച്ഛിക്കുന്ന, അല്ലെങ്കിൽ അതുപോലുള്ള ക്ലബ്ബുകളെ കണ്ട് മാറി നിന്ന് പുച്ഛിക്കുന്ന ഇവന്മാർക്കൊന്നും വേറെ പണിയില്ലേ എന്ന് ചോദിക്കാനും കുറേ ആളുകളുണ്ടാവും. പക്ഷേ റിപ്പബ്ലിക് ഡേയുടെ അന്ന് നമ്മൾ അവിടെ നിന്ന് തുടങ്ങിയ യാത്ര കണ്ടിട്ടുള്ള ഒരാളും ഇനി അത് പറയില്ല. മാറി നിൽക്കുന്നവർ നിങ്ങളുടെ അടുത്തെത്തും, ആവാസിനോടൊപ്പം ചേരും. നിങ്ങളുടെ നല്ല സത്കർമ്മങ്ങൾക്ക് നിങ്ങളോടൊപ്പം അവരും പിന്തുണയുണ്ടാകും എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. പക്ഷെ അങ്ങനെ തന്നെ ആവട്ടെ. എന്തായാലും കുറച്ച് നല്ല നിമിഷങ്ങൾ, നല്ലത് ചെയ്യാനുള്ള നല്ല മനസ്സുള്ള നല്ല സുഹൃത്തുക്കളോടൊപ്പം ചിലവഴിക്കാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഞാനീ പറയുന്നതൊരു പ്രസംഗമായി തോന്നരുത് കേട്ടോ. ഞാൻ എൻ്റെ മനസ്സിൽ നിന്നെടുത്ത് പറയുന്ന കാര്യങ്ങളാണ്. അത് നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഈ വോയിസ് ക്ലിപ്പ് അയക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ഒറ്റ നിമിഷങ്ങൾ കൊണ്ടോ ഒരു വാക്കുകൊണ്ടോ ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾ കൊണ്ടോ അവസാനിക്കരുത് ഇതെല്ലാം. ഇനിയും മുന്നോട്ട് നിങ്ങളോടൊപ്പം എല്ലാ യാത്രകൾക്കും പറ്റുമ്പോഴൊക്കെ ഞങ്ങളും ഉണ്ടാകും എന്ന് പറയുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും വഴികൾ നോക്കാതെ മനുഷ്യത്വത്തോടുകൂടിയുള്ളൊരു വഴിയിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം.